ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. നമുക്ക് ദിവസവും മുഖത്ത് തേക്കാൻ പറ്റുന്ന ആയുർവേദ ഓയിലുകൾ ഏതൊക്കെയാണ്, നമ്മുടെ മുഖകാന്തി അല്ലെങ്കിൽ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഓയിലുകൾ ഏതാണ്, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ പറയുന്ന മിക്ക ഓയിലുകളും ആയുർവേദത്തിലെ വർണ്ണഗണങ്ങളിൽ പെട്ട മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നസ് വർദ്ധിപ്പിക്കാനും മുഖത്തുണ്ടാവുന്ന പാടുകൾ ഇതൊക്കെ മാറ്റാനും ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ സ്കിന്ന് സാഗ് ആവുന്നത് ഇതൊക്കെ കുറക്കാനും ഒക്കെ സഹായിക്കുന്ന ഓയിലുകളാണ് ഞാൻ പറയാൻ പോകുന്ന എല്ലാ ഓയിലുകളും തന്നെ. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി ഉപയോഗിച്ച് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് കുങ്കുമാതി ഓയിലാണ്. എല്ലാവർക്കും അറിയായിരിക്കും കുങ്കുമാതി തൈലം വളരെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഓയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കുങ്കുമാതി തൈലത്തിൽ കുങ്കുമപ്പൂവാണ് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. 27ഓളം മരുന്നുകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് പ്രൊസീജിയറാണ്. വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എള്ളെണ്ണയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ഫോമിലുള്ളതാണ്. അതുകൊണ്ട് നല്ല ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 2-3 ഡ്രോപ്സ് ഒരു ദിവസം മതി. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ 2 കൈയിലും എടുത്ത് നന്നായി റബ്ബ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. രാത്രി മുഴുവനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെക്കുമ്പോഴാണ് പലപ്പോഴും മുഖക്കുരു വരുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണ ആർക്കൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. നമ്മുടെ ഇതിലും കുങ്കുമപ്പൂവാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ബ്രൈറ്റ്നസ് കൂട്ടാൻ ഇത് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആക്നെയുള്ള കണ്ടീഷൻസിലും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പോഴ്സൊക്കെ ക്ലോഗ് ആയിട്ടുള്ള കുരുക്കളൊക്കെ ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് മൂലം അത് കുറയാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കരിമംഗല്യം ഉള്ളവർക്കാണെങ്കിൽ ഈ കുങ്കുമാതി തൈലത്തിൻ്റെ കൂടെ ഏലാതി തൈലവും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് കരിമംഗലം മാറാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കണ്ണിനടിയിൽ കറുപ്പുണ്ടെങ്കിൽ ഈ കറുപ്പ് മാറ്റാനും നമുക്ക് ഈ കുങ്കുമാതി തൈലം അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ കുങ്കുമാതി തൈലം നമ്മുടെ പ്രായം കുറക്കാൻ സഹായിക്കുന്നത്, നമ്മുടെ ഫൈൻ ലൈൻസ് അതുപോലെ റിങ്കിൾസ് ഒക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ആൻറ്റി ഏജിങ് ഓയിലായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും വളരെ നല്ലതാണ്. അതിനുവേണ്ടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്കാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുരുക്കളൊക്കെ വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളത്. ഇത് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി, 1 ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ഡ്രോപ്പ് മാത്രം എടുത്ത് ഉപയോഗിക്കുക. അതിനുശേഷം കുറച്ച് സമയം വെച്ചതിന് ശേഷം കഴുകിക്കളയാം. ഒരു 15 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. കഴുകുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. കഴുകുമ്പോൾ സോപ്പ് ഇട്ട് കഴുകരുത്. പയറുപൊടിയോ കടലമാവോ പോലുള്ള ഹെർബൽ ആയിട്ടുള്ള എന്തെങ്കിലും പൗഡറോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മുഖം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്ത് ഒരു 15 മിനിറ്റ് ആദ്യത്തെ ദിവസം വെക്കുക. പിന്നെ ആ സമയം മെല്ലെ മെല്ലെ കൂട്ടി കൊണ്ടുവന്ന് നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ വെച്ച് കഴുകുമ്പോഴേക്ക് ഈ ഒരു കുരു വരുന്ന പ്രശ്നം മാറുന്നതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാത്രി അപ്ലൈ ചെയ്ത് കിടക്കരുത് എന്നുള്ളതാണ്. ഓയിലി സ്കിന്നുള്ളവർ പ്രത്യേകിച്ച് രാത്രി അപ്ലൈ ചെയ്ത് കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു ഓയിൽ എന്ന് പറയുന്നത് നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ്. എല്ലാവർക്കും അറിയായിരിക്കും. കുട്ടികൾക്ക് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് നാൽപ്പാമരാതി ഓയിൽ. അത്തി, ഇത്തി, അരയാല്, പേരാല്, ചന്ദനം, രാമച്ചം, മഞ്ഞൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു നാൽപ്പാമരാതി ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എക്സിമ പോലുള്ള സ്കിൻ കണ്ടീഷൻ ഉള്ളവർക്കൊക്കെ നാൽപ്പാമരാതി വെളിച്ചെണ്ണ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് മുഖത്ത് പാടുകൾ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട്, സൺ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഈ ഒരു ഓയിൽ വളരെ നല്ലതാണ്. പെട്ടെന്ന് സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സൺ ടാനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാൽപ്പാമരാതിയും അതുപോലെ ദിനേശവല്യാതിയും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ 2 ഓയിലുകളും നമുക്ക് സൺ ടാനിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഓയിലുകളാണ്. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു നിറം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിൽ അല്ലെങ്കിൽ ചുണങ്ങ് പോലുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിലും നമുക്ക് നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കാവുന്നതാണ്. സ്കിൻ അലർജീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഓയിൽ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കാം. ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. പലരും ചോദിക്കുന്ന ഡൗട്ടാണ് ആൺകുട്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവർക്കും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും
ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ്. പിന്നെ ചിലർ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നാൽപ്പാമരാതി ഓയിൽ തേച്ചിട്ട് പുറത്ത് പോകുമ്പം വളരെ പെട്ടെന്ന് ഡാർക്ക് ആവുന്നു എന്നുള്ളതാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ മഞ്ഞൾ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് ചിലപ്പോൾ സൺലൈറ്റിലേക്ക് പോകുമ്പോൾ ഡാർക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഓയിൽ തേച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ആർക്കെങ്കിലും മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അലർജി ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത മൂന്നാമത്തെ ഒരു ഓയിൽ എന്ന് പറയുന്നത് ദിനേശവല്യാതിയാണ്. ദിനേശവല്യാതി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ തവിട്ട് വേമ്പാട ആണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. തവിട്ട് വേമ്പാട, അതുപോലെ തന്നെ കൊന്നയുടെ തൊലി, വരട്ട് മഞ്ഞൾ, ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. കരിങ്ങാലി കാതൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ദിനേശവല്യാതി ഓയിലും നമുക്ക് സൺ ടാനിന്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൺ ടാനിന് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ കറുത്ത പാടുകൾ മാറാൻ, മുഖക്കുരു വന്നു പോയിട്ടുള്ള പാടുകൾ ഉണ്ടെങ്കിൽ അത് മാറാൻ ഒക്കെ നമുക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സ്കിൻ അലർജി ഉള്ളവർ അല്ലെങ്കിൽ ചുണങ്ങൊക്കെ ഉള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഓയിലാണ് ദിനേശവല്യാതി. അതേപോലെ നിങ്ങൾക്ക് ഈ ദിനേശവല്യാതിയും നമ്മുടെ നാൽപ്പാമരവും കൂടെ മിക്സ് ചെയ്തിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഒരു ഓയിൽ എന്ന് പറയുന്നത് ഏലാതി വെളിച്ചെണ്ണയാണ്. ഏലാതി എന്ന് പറയുന്നത് കൊട്ടം, ഏലക്ക, അതുപോലെ തന്നെ ജടാമാഞ്ചി ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഓയിലാണ്. വളരെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് ഏലാതി. വളരെ ചിലവരുടെ സ്കിന്നൊക്കെ വളരെ ഇങ്ങനെ വിണ്ട് കീറുന്നത് കാണാം. അത്രയും ഡ്രൈ ആയിട്ട് എക്സ്ട്രാ ഡ്രൈ സ്കിന്നുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഏലാതി വളരെ എഫക്റ്റീവാണ്. ഇതും നമുക്ക് പലതരത്തിലുള്ള അലർജിക് കണ്ടീഷൻസിലൊക്കെ, കരപ്പൻ പോലുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ ഒരു ഏലാതി ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കരിമംഗല്യം ഉള്ളവർക്ക് ഇത് വളരെ നല്ലൊരു ഓയിലാണ്. ഇത് കുങ്കുമാതി തൈലത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാൻ വേണ്ടിയിട്ടും ഈ ഒരു ഓയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മുഖക്കുരു വന്നിട്ടൊക്കെയുള്ള കറുത്ത പാടുകൾ മാറ്റാനും ഇത് സഹായിക്കുന്നതാണ്. ഈ 4 ഓയിലുകളും നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റ്നസ്സിനും അതുപോലെ സ്കിന്നിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഈ ഒരു ഓയിലെല്ലാം നിങ്ങൾക്ക് വെളിച്ചെണ്ണ, അതുപോലെ തൈലമായിട്ട് ഏലാതി തൈലവും അതുപോലെ ഏലാതി കേര തൈലവുമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കുട്ടികൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ബേസ് ആയിട്ടുള്ള ഓയിൽ ഏലാതി കേര തൈലം ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമുക്ക് മറ്റുള്ളവർക്കാണെങ്കിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയൊക്കെയാണ്, മഴയുള്ള കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് തൈലമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഈ 4 ഓയിലുകളും നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള, മസാജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഓയിലുകളാണ്. ഫേസ് മസാജിനൊക്കെ വേണ്ടിയിട്ട്, ഫേസ് യോഗ അല്ലെങ്കിൽ ഫേസ് മസാജ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഓയിലുകളാണ്. ഇനി ഈ ഓയിലുകൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റ് വരെ നമുക്ക് മസാജ് ചെയ്യാം. അതിനുശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സോപ്പ് ഉപയോഗിക്കരുത്. ഹെർബൽ പൗഡേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ പയറുപൊടി അല്ലെങ്കിൽ കടലമാവ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ ഓയിലി സ്കിന്നുള്ളവർ ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. മറ്റുള്ളവർക്ക് ഏത് വെള്ളമായാലും നമ്മുടെ നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ ഇതിൽ ഏത് ഓയിലും നിങ്ങൾക്ക് ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കുങ്കുമാതി തൈലം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. കുറച്ച് ഹാർഡായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ ഒരു ഓയിൽ നമ്മൾ കൊടുക്കാറില്ല. ഇനി നിങ്ങൾക്കത് ഉപയോഗിക്കണം നിർബന്ധമുണ്ടെങ്കിൽ തന്നെ ഒരു ഡ്രോപ്പൊക്കെ നമ്മൾ കുറച്ച് നല്ല ക്വാണ്ടിറ്റി ഓയിലിൽ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കുട്ടികൾക്ക് അത്രയും ഹാർഡ് ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുങ്കുമാതി തൈലം കുട്ടികൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഈ ഓയിൽ നമുക്ക് പറ്റുന്നുണ്ടോ, അല്ല ഇത് നമുക്ക് പറ്റുന്നതാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത്. നമ്മൾ കണ്ടിന്യൂസ് ഒരു 2 ആഴ്ച ഓയിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിനൊന്നും മാറ്റങ്ങളോ ഒന്നുമില്ല. സ്കിന്ന് ഡള്ളാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഓയിൽ നമുക്ക് പറ്റിയതല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെയാണ് നമുക്കൊരു ഓയിൽ നമുക്ക് എത്രത്തോളം എഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് നല്ല മാറ്റം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പം ഉണ്ടാവുന്നതാണ്. ഇനി അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഓയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്